തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിയുന്നവനുണ്ടല്ലോ, അവന് രണ്ട് സ്വർഗമോ. പെങ്ങളെ, നിന്നെ പിഴപ്പിക്കാൻ നാല് ഭാഗത്ത് നിന്ന് ആണുങ്ങൾ നിന്റെ പുറകുണ്ട്. അല്ലാഹുവിനെ പേടിക്കുമോള്, അല്ലാഹുവിനെ പേടിക്കുമോള്. ഏത് സാഹചര്യത്തിലും അല്ലാഹുവിനെ പേടിക്ക്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാ ഭയപ്പെടണം ചെറുപ്പക്കാരാ. അല്ലാഹുവേ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ആരാ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, വല്ലാത്ത ആരോഗ്യവാനാണ്, കൊള്ളക്കാരുടെ നേതാവാണ്, കൊള്ളക്കാരുടെ നേതാവാണ്. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ വെറുതെ വിടാറില്ല, ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. അങ്ങനെ ഫുളൈൽ ഒരു പെണ്ണിനെ കാണുകയാ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കാണുകയാ. എത്രയെല്ലാം ശ്രമിച്ചു നോക്കിയിട്ടും അവിടെ നിന്ന് വഴങ്ങുന്നില്ല. ഫുളൈൽ തങ്ങൾക്ക് ദേഷ്യമായി പാതിരാത്രി ആരും കാണാതെ വീടിന്റെ മതിലിലാടുകയാ. വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചു. ഫുളൈൽ റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് കിടന്നു ചെന്നു. സുന്ദരിയായ പെണ്ണിനെ കീഴ്പ്പെടുത്തുകയാണ്, ബലാത്സംഗം ചെയ്യാൻ പോകുകയാണ്, ബലാത്സംഗം ചെയ്യാൻ പോകുകയാണ്. ആ പെണ്ണിന്റെ രണ്ട് കാലുകൾക്ക് നടുവില് ഫുളൈൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ വ്യഭിചരിക്കാൻ തയ്യാറെടുക്കുമ്പോ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അടുത്ത വീട്ടിലിരുന്ന് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. ഈ പെണ്ണ് ചോദിക്കുകയാണ്, തന്നെ പീഡിപ്പിക്കാൻ വേണ്ടി തന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് കയറിയിരിക്കുന്ന ചെറുപ്പക്കാരനോട് ആ പെണ്ണ് ചോദിക്കുകയാ, അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ ഫുളൈല്? അല്ലാഹ് ചോദിക്കുന്നത് കേട്ടില്ലേ? മോളെ, പിഴപ്പിക്കാൻ വരുന്നവനോട് ചോദിക്കണം, മരിക്കണ്ടേടാ, ഖബറില്ലേടാ, പരലോകമില്ലേ, അല്ലാഹുവിന്റെ കോടതിയില്ലേ? അതുകൊണ്ട് മോളെ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ അതിൽ നിന്ന് തിരിഞ്ഞു നടന്നോ. എന്റെ ചെറുപ്പക്കാരോട്, എന്റെ നഫ്സിനോടും നിങ്ങളോട് പറയുകയാ, തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നവരുണ്ട്, തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഒരു പേടിയുമില്ല. ആദ്യമാണ് പേടിയുണ്ടായിരുന്നത്, പിന്നെ ചെയ്യാൻ പേടിയില്ലല്ലോ. നീ വിചാരിക്കും നിന്നെ പിടിക്കാത്തത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, ഓരോ പ്രാവശ്യവും തെറ്റ് ചെയ്തിട്ട് രക്ഷപ്പെടുമ്പോ നീ വിചാരിക്കും അത് നിന്റെ കഴിവാണെന്ന്. അല്ലേ? ഭർത്താവിനെ വഞ്ചിക്കുമ്പോ, വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സേജ് എഴുതുമ്പോ, നഗ്നചിത്രങ്ങൾ ഷെയർ ചെയ്യുമ്പോ, ഓരോ പ്രാവശ്യവും നീ രക്ഷപ്പെടുമ്പോ വിചാരിക്കും നിന്റെ ബുദ്ധി, നിന്റെ ബുദ്ധി, നിന്റെ ബുദ്ധി. നീ ഒരു കാര്യം ഓർത്തു വെച്ചോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, 1 2 3. ഒരു വട്ടം ചെയ്തു, 2 വട്ടം ചെയ്തു, 3 വട്ടം ചെയ്തു, പിടിക്കപ്പെട്ടില്ല. പിന്നെ നീ എപ്പോഴും വേണമെങ്കിലും കരുതിയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 3 കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവസരം ഉണ്ടാകില്ല. 3 കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഉണ്ടാകില്ല. എപ്പോഴെങ്കിലും നിന്നെ പൊക്കിയിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിനെ ഭയമുണ്ടാകണം, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. മരണം വരും. 2022 കാലെടുത്തു വെച്ചു. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഞാൻ 1 കൊല്ലം കൂടെ മരണത്തിലേക്ക് അടുത്തുന്നു, ഞാൻ 1 വർഷം കൂടെ മരണത്തിലേക്ക് അടുത്തു, എനിക്കൊരു കൊല്ലം കൂടെ ആയുസ് കൂടിയല്ലോ. അല്ലാഹുവേ, ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണല്ലോ, എനിക്ക് പക്വത വേണമല്ലോ, നന്നാകണമല്ലോ എന്ന് തോന്നാത്തത് എന്തുകൊണ്ടാ? അതുകൊണ്ട് ഞാൻ പറയുന്നു, അല്ലാഹുവിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോവാ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം വേണം, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി വേണം. ഈ ഹൃദയത്തിൽ കടന്നു വന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന നാലാമത്തെ ഗുണം അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹു ആ ഭയം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 10:45. ഞാൻ 11 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരിക്കുമെങ്കിൽ, നിങ്ങൾ സമ്മതം തരുമെങ്കിൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കി. പൈസ ചോദിക്കുമ്പോഴും ഇതുപോലെ പൊക്കണം. അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ നിങ്ങളോട് എനിക്ക് കോടികളൊന്നും വേണ്ട സഹോദര. ഞാൻ ലക്ഷങ്ങൾ ചോദിക്കൂല. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ ചെറിയ പൈസയെ ചോദിക്കും. എല്ലാവർക്കും തരാൻ പറ്റുന്ന ഒരു പൈസ ഞാൻ ചോദിക്കും. നിങ്ങൾ തരണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയാ. 6 വർഷക്കാലം ഒരു പ്രയാസവുമില്ല. 6 വർഷക്കാലം ഒരു പ്രയാസവുമില്ല. നല്ല ഖലീഫ. എല്ലാരും പറയും നല്ല ആള്, നല്ല ആള്, നല്ല ആള്. 6 കൊല്ലം കഴിഞ്ഞപ്പോ മുനാഫിക്കീങ്ങളായ ആൾക്കാർ വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ആരോപണങ്ങൾ. അതാണല്ലോ ഇന്നും അങ്ങനെയാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ആദ്യമായിട്ട് അവർ ആരോപണം നടത്തി. അഴിമതി ആരോപണം എന്ന് പറഞ്ഞ സാമ്പത്തികമായിട്ട് തന്റെ കുടുംബക്കാർക്ക് മാത്രം പൈസ കൊടുക്കുന്നു, സാമ്പത്തികമായിട്ട് അങ്ങനെ. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു കുടുംബക്കാരെ മാത്രം അധികാരം കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. അതാണല്ലോ ഒരു മനുഷ്യനെ നാണം കെടുത്താനുള്ള എളുപ്പവഴികൾ, ഒരാളെ താഴെ ഇറക്കാനുള്ള എളുപ്പവഴികൾ. ഇപ്പൊ പെണ്ണുപിടിനാന്ന് പറയുക, അല്ലെങ്കിൽ പൈസ കള്ളനാന്ന് പറയുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ആരോപണങ്ങൾ തുടങ്ങി. അപ്പൊ ആദ്യം മുനാഫിക്കീങ്ങളാണ് തുടങ്ങിയത്. അവര് പറയുന്നത് അലിയാർ തങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ 3ാമത്തെ ഖലീഫയാകേണ്ടത്. ഈ ഉസ്മാൻ തട്ടിപ്പറിച്ചതാ, കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിയതാ. അങ്ങനെ പറഞ്ഞ ആരോപണങ്ങൾ നടത്തി പറയാൻ തുടങ്ങിയപ്പോൾ മുസ്ലിമീങ്ങളും കൂടാൻ തുടങ്ങി. ഈ പുതിയ മുസ്ലിമീങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് മുസ്ലിമായവർ. അപ്പൊ ഈ പുതിയ മുസ്ലിമീങ്ങളും മുനാഫിക്കീങ്ങളും കൂടെ ഓരോ ദിവസം കഴിയും തോറും പ്രശ്നം ഇങ്ങനെ കൂടുകയാ. എവിടെ നോക്കിയാലും ആരോപണങ്ങളും അഴിമതികളും ചർച്ചകളും കളിയാക്കലും പരിഹാസങ്ങളും. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചുള്ള അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞു പരത്തി നാട് മുഴുവനും ഫിത്നയും ഫസാദും ഉണ്ടാക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ. ഇവരെന്തൊക്കെ പറഞ്ഞിട്ടും ഉസ്മാൻ തങ്ങൾ ചലിക്കണില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു മാറ്റം വരുന്നില്ല. അപ്പൊ അവർക്ക് ദേഷ്യമായി. അവരങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ തടയാൻ തുടങ്ങി. ഇന്നിപ്പോ മന്ത്രിമാരൊക്കെ വണ്ടി പോകുമ്പോ തടയുന്നത് പോലെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ എവിടെ പോയാലും തടയാൻ തുടങ്ങി. എന്നിട്ടും മാറ്റമില്ല. അവസാനം ഇവര് വീട് വളഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ പുറത്ത് നിസ്കരിക്കാൻ പോലും ഇറക്കില്ല. നിസ്കരിക്കാൻ പോലും ഉസ്മാൻ തങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവര് വീട് വളഞ്ഞ് തടങ്കലിലാക്കി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത പ്രയാസമായി. നിസ്കരിക്കാൻ പോലും വീട്ടിൽ വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവരുടെ ശർറും ഇവരുടെ ഉപദ്രവം വല്ലാതെ കഠിനമായപ്പോ സഹാബികൾ കടന്നു വന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത്. സഹാബികൾ കടന്നു വന്നിട്ട് പറഞ്ഞു, തങ്ങളെ അനുവാദം തന്ന ഇവരെയൊക്കെ ഓടിക്കാം. നിങ്ങളൊന്ന് സമ്മതിക്ക്. നിങ്ങൾ അനുവാദം തന്നാലേ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റൂ. ഇവനെയൊക്കെ വെട്ടിക്കൊല്ലാൻ തങ്ങളെ. ഇവനെയൊക്കെ ഇവിടെ നിന്ന് ഇപ്പൊ ഓടിച്ചു കാണിക്കാം. ഒന്ന് യുദ്ധം ചെയ്യാൻ സമ്മതം തരുമോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇവിടെ യുദ്ധം ചെയ്യാൻ പാടില്ല. ഇത് മക്കയാ, ഇത് മദീനയാ, ഇത് യുദ്ധം ഹറാമാക്കപ്പെട്ട നാടാ. ഇവിടെ ഒരിക്കലും യുദ്ധം ചെയ്യരുത്. അതുകൊണ്ട് ഒരാള് പോലും ഇവന്മാരെന്ത് ചെയ്താലും തുടരുത്. അപ്പൊ ഇങ്ങനെ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി. അപ്പൊ സഹാബത്ത് പറഞ്ഞു, എങ്കിൽ ഈ അധികാരം അങ്ങ് കള. എന്തിനാ തൂങ്ങി പിടിച്ചോണ്ടിരിക്കണേ? ഇവന്മാർക്ക് വേണ്ടത് അധികാരമല്ലേ? വലിച്ചെറി തങ്ങളെ എടുത്തോട്ടെ. ഇവർക്ക് അധികാരമല്ലേ വേണ്ടത്? അതിനല്ലേ ഈ കള്ളത്തരങ്ങൾ മുഴുവനും കാണിക്കുന്നത്. അതുകൊണ്ട് ഈ അധികാരം അങ്ങ് കൊടുക്കുക. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അധികാരം കൊടുക്കൂല. എന്തുകൊണ്ട്? എനിക്ക് അധികാരത്തിൽ തൂങ്ങിക്കിടക്കാനുള്ള ആർത്തി കൊണ്ടല്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് അധികാരത്തിൽ തൂങ്ങിക്കിടക്കാനുള്ള ആർത്തി കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഉസ്മാൻ, യാ ഉസ്മാൻ, ഇന്നഹു ലഅല്ലല്ലാഹ യുഖമ്മിസുക ഖമീസ ഫഇൻ അറാദൂക അലാ ഖൽഇ ഫലാ തഖ്ലഅ ലഹു. എന്നോട് ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് അല്ലാഹു ഒരു ഖമീസ് ധരിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരു അധികാരം അല്ലാഹു നിനക്ക് തരും. ആ അധികാരം തട്ടിപ്പറിക്കാൻ ആൾക്കാർ
വരും, നീ വിട്ടുകൊടുക്കരുത്. എന്നോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും നീ അധികാരം വിട്ടുകൊടുക്കരുത്. നിന്റെ അധികാരത്തെ തട്ടിപ്പറിക്കാൻ ഇവന്മാര് വരും, നീ കൊടുക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്നത് വരെ ഞാൻ വിട്ടുകൊടുക്കൂല. സ്വഹാബികൾ വിഷമിച്ച് തിരിച്ചിറങ്ങിപ്പോയി. കാരണം യുദ്ധം ചെയ്യാനും സമ്മതിച്ചില്ല, അധികാരവും വിട്ടുകൊടുത്തില്ല. അങ്ങനെ സ്വഹാബികൾ നിരാശരായിട്ട് ഇറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഓരോ ദിവസം കഴിയുമ്പോഴും ഉപദ്രവം കൂടുകയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ അനുവദിക്കുന്നില്ല, തന്റെ ഭരണങ്ങൾ നടത്താൻ അനുവദിക്കുന്നില്ല, വീടിന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ വീട് വളഞ്ഞിരിക്കുകയാ. ആരാ? മുനാഫിക്കീങ്ങളും പുതിയ മുസ്ലിമീങ്ങളും. അവരുടെ ആള് കൂടിക്കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 82 വയസ്സുള്ള പ്രായമായ ഒരു മനുഷ്യനാ. 82 വയസ്സുള്ള പ്രായമായ ഒരു മനുഷ്യനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് ശത്രുക്കൾ മുഴുവനും വളർന്നിരിക്കുകയാണ്. വീട്ടിലേക്ക് ഭക്ഷണം കടത്തിവിടുന്നില്ല, വെള്ളം വീട്ടിലേക്ക് കടത്തിവിടുന്നില്ല, ഒരാളെയും വീട്ടിലേക്ക് കടത്തിവിടുന്നില്ല, എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ബുധനാഴ്ച ദിവസം നോമ്പ് പിടിച്ചു. ബുധനാഴ്ച ദിവസം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് നോമ്പാ. അല്ലാഹുവേ, കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കാരണം പട്ടിണി നോമ്പാണ് പിടിച്ചത്. അല്ലാഹുവേ, ബുധനാഴ്ച വൈകുന്നേരം നോമ്പ് മുറിക്കാൻ സമയമായി. ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ അകത്ത് കുടിക്കാൻ പച്ചവെള്ളം പോലുമില്ല. ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ അകത്ത് കുടിക്കാൻ പച്ചവെള്ളം പോലുമില്ല. പടച്ചവനെ, നോമ്പ് തുറക്കാനും ഒന്നുമില്ല, നോമ്പ് പിടിക്കാനും ഒന്നുമില്ല. അന്ന് ഉസ്മാൻ തങ്ങൾ പട്ടിണി നോമ്പ് പിടിച്ചു. അന്ന് പടച്ചവനെ നോമ്പ് മുറിക്കാനൊന്നുമില്ല. അല്ലാഹുവേ, പിറ്റേ ദിവസം വ്യാഴാഴ്ചയും നോമ്പാട്. രാവിലെ കഴിക്കാനൊന്നുമില്ല, രാവിലെ കഴിക്കാനൊന്നുമില്ല. പട്ടിണി നോമ്പ് പിടിച്ചു. വൈകുന്നേര സമയം അടുത്തു വരുമ്പോ, അല്ലാഹുവേ, എന്റെ ഭർത്താവ് ഇന്നലെയും പട്ടിണിയാണ്, ഇന്നും പട്ടിണിയാണ്, വെള്ളം പോലും കുടിക്കാനില്ലല്ലോ. അതുകൊണ്ട് തന്റെ ഭർത്താവിന് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം. അല്ലാ, നായിലാ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഉസ്മാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ നായിലാ ബീബി റളിയല്ലാഹു തആല അൻഹാ വീടിന്റെ വെളിയിൽ ഇറങ്ങുകയാണ്. എന്തിനെന്നറിയോ? ഇത്തിരി വെള്ളം കൊണ്ടുവരാനാണ്. ഇത്തിരി വെള്ളം എടുക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ ശത്രുക്കൾ പറഞ്ഞു, നായിലാ, വീടിന്റെ അകത്ത് തിരിച്ചു കയറ്. അവിടെ നിന്ന് പറഞ്ഞു, എന്റെ ഭർത്താവ് 2 ദിവസമായിട്ട് പട്ടിണിയാണ്, പട്ടിണി നോമ്പാണ്, ഇത്തിരി വെള്ളമെങ്കിലും ആ പ്രായമുള്ള മനുഷ്യനൊന്ന് കുടിക്കാൻ എടുക്കുന്നതിന് വേണ്ടിയാണ്. ശത്രുക്കൾ കളിയാക്കുന്നു, നായിലാ, ആ കാണുന്ന വേസ്റ്റ് വെള്ളം വേണമെങ്കിൽ കോരിക്കോ, ഓടയിൽ കിടക്കുന്ന വെള്ളം കോരിയിട്ട് കൊണ്ടുകൊടുക്കടി നായിലാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കോടയിലെ വെള്ളം കൊടുക്കാൻ കളിയാക്കുമ്പോ ആരാളെന്ന് ചിന്തിച്ചു നോക്ക്. 35,000-ഓളം വരുന്ന വെള്ളി നാണയം കൊടുത്തിട്ട് യഹൂദിയുടെ കയ്യിലിരുന്ന കിണർ വാങ്ങിയിട്ട് മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുത്ത സ്വഹാബിയാ. ആ സ്വഹാബിയുടെ ഭാര്യയോടാണ് പറയുന്നത്, നിന്റെ ഭർത്താവ് കിടന്ന് ചാകട്ടെ. അല്ലാഹുവേ, വീടിനകത്തേക്ക് കിടക്കുകയാണ്. അവിടെ നിന്ന് സമ്മതിച്ചില്ല. വ്യാഴാഴ്ച വൈകുന്നേര സമയമായി. ഉസ്മാൻ തങ്ങൾ റബ്ബേ പ്രയാസത്തിലാ. പാതിരാത്രി തളർന്നു കിടക്കുന്ന ഉസ്മാൻ തങ്ങളെ കാണുമ്പോ നായിലാ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. 82 വയസ്സുള്ള ഭർത്താവ് വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോ നായിലാ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. നായിലാ ഇരുന്ന് കരയുകയാ. ഉസ്മാൻ തങ്ങൾ വിളിക്കുന്നു, നായിലാ, എന്തിനാ
നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ, പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ, പട്ടിണി നോമ്പാണല്ലോ. നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് കരഞ്ഞു പോയതാ. അപ്പോഴാണ് ഉസ്മാന് തങ്ങൾ വിളിക്കുന്നു, നായിലാ. ആരാ പറഞ്ഞത് ഞാൻ പട്ടിണിയാണെന്ന്? ആരാ പറഞ്ഞത് ഞാൻ പട്ടിണിയാണെന്ന്? ഞാൻ ഭക്ഷണം കഴിച്ചില്ലെന്ന് ആരാ പറഞ്ഞത്? നായിലാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാ, ഇന്നലെ രാത്രി അല്ലാഹുവിന്റെ റസൂല് വന്നോ, ഇന്നലെ രാത്രി അല്ലാഹുവിന്റെ റസൂല് വന്നോ, തളർന്നു കിടക്കുന്ന എന്റെ വായിക്കകത്തേക്ക് പ്രവാചകൻ അവിടുന്ന് വെള്ളമൊഴിച്ചു നിന്നോ. അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് നോമ്പ് മുറിക്കുന്നതിന് വേണ്ടി വെള്ളമൊഴിച്ചു നിന്നോ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? റഅയ്തുൽ ബാരിഹ ഫഇന്നക മഫ്തൂറാ. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ തന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ, എനിക്ക് വായിക്കകത്ത് വെള്ളം ഒടിച്ചു തന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. എന്നിട്ട് എന്നെ വിരുന്ന് വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പിരിയുമ്പോ പറഞ്ഞതെന്തെന്നറിയുമോ? ഉസ്മാൻ, നാളെ നോമ്പ് തുറക്കുന്നത് ഞങ്ങളുടെ കൂടെയാ, നാളെ നോമ്പ് തുറക്കുന്നത് ഞങ്ങളുടെ കൂടെയാണ്. എന്റെയും അബൂബക്കറിന്റെയും ഉമറിന്റെ കൂടെ ഇരുന്നിട്ടാണ് നോമ്പ് തുറക്കുന്നത്. ഈ പറഞ്ഞതിനർത്ഥം എന്തെന്നറിയോ? നാളെ മഗ്രിബിന് മുമ്പ് ഉസ്മാൻ തങ്ങൾ ഷഹീദാകുമെന്ന് പറഞ്ഞു കൊടുക്കുകയാ. ഉസ്മാൻ റളിയല്ലാഹു തആല ഭാര്യയോട് പറഞ്ഞു കൊടുത്തു, നാളെ പോകുകയാണ്. റസൂലുള്ള വിരുന്നിന് വിളിച്ചിട്ട് പോയതാണ്. പിറ്റേ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസമാണ്, ദുൽഹജ്ജ് 17 വെള്ളിയാഴ്ച ദിവസം മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ വന്നപ്പോ തന്റെ അടിമയെ വിളിക്കുകയാണ്, തന്റെ ഖാദിമിനെ വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കമീസും പൈജാമയും വേണം, എനിക്കൊരു കമീസും പൈജാമയും വേണം. റബ്ബേ, ഉസ്മാൻ തങ്ങൾ മുണ്ടെടുക്കുന്ന സ്വഹാബിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല പാൻഡിടില്ലായിരുന്നു. എന്നിട്ടും പറഞ്ഞു, എനിക്കൊരു പാൻഡ് കൊണ്ടുവരാറ്, ഒരു കമീസും പൈജാമയും കൊണ്ടുവരാറ്. എന്തിനായിരുന്നെന്നറിയുമോ ചെറുപ്പക്കാരാ? എന്തിനാണ് ഉസ്മാൻ തങ്ങൾ പാൻഡ് ധരിച്ചതെന്നറിയോ? അല്ലാഹുവേ, കുളിക്കുകയാ. വെള്ളിയാഴ്ച ദിവസം ഉസ്മാൻ തങ്ങൾ കുളിച്ചു, അവിടന്ന് ഉതുവെടുത്തു. എന്നിട്ട് കമീസ് ഇടുകയാണ്, അവിടന്ന് പാൻഡ് ഇടുകയാണ്. തന്റെ പാൻഡ് വല്ലാതെ മുറുക്കി കെട്ടുകയാ. എന്തിനു വേണ്ടിയാണ് പാൻഡ് മുറുക്കി കെട്ടുന്നതെന്നറിയോ? ഉസ്മാൻ തങ്ങൾക്കറിയാ, കുറച്ച് സമയം കഴിയുമ്പോ എന്റെ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന ശത്രുക്കൾ എന്റെ വീടിനകത്ത് കയറിയിട്ട് എന്നെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കുമല്ലോ, അവരെന്നെ കൊല്ലുമല്ലോ. എന്നെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചിടുമ്പോ എന്റെ ഔറത്ത് വെളിവാകരുതല്ലോ, എന്റെ ഔറത്ത് ആരും കാണാൻ പാടില്ല. പാൻറ് ധരിച്ചാൽ, കമീസ് ധരിച്ചാൽ എന്റെ ഔറത്ത് മറയുമല്ലോ അല്ലാ. അതുകൊണ്ട് പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പേ ഉസ്മാൻ റളിയല്ലാഹു തആല അവിടുന്ന് കമീസ് ധരിക്കുകയാണ്, പാൻറിടുകയാണ്. പടച്ചവനെ തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞു, വാതിലടയ്ക്കാൻ. വീടിന്റെ വാതിലടച്ചു. എന്നിട്ട് 2 റക്അത്ത് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ. വീടിന്റെ അകത്തവിടെ നിന്ന് മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ചു. സൂറത്ത് ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. സൂറത്ത് ത്വാഹ ഓതിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല നിസ്കരിക്കുകയാ. നിസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു. ഉസ്മാൻ റളിയല്ലാഹു തആല തന്റെ വീടിനകത്തിരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഖുർആൻ നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് ഉസ്മാൻ തങ്ങൾ ഓതുകയാ. റബ്ബേ, വീടിന്റെ വാതിൽ തീയിടുകയാ.
ശത്രുക്കളുണ്ടല്ലോ ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ വാതിൽ തീയിടുകയാണ്. എന്നിട്ട് വീടിനകത്തേക്ക് ചാടിക്കേറുകയാണ്. അതാ മുനാഫിക്കീങ്ങളുടെ നേതാവുണ്ടല്ലോ 82 വയസ്സുള്ള ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് വാളൂരിയിട്ട് വെട്ടുമ്പോ ഉസ്മാൻ തങ്ങൾ കൈകൊണ്ട് തടയുകയാ. അവിടുത്തെ കൈവെട്ടി മുറിക്കുകയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ അവിടുന്ന് വെട്ടി മുറിക്കുകയാ. ഇത് കണ്ടുകൊണ്ട് നായില ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനെ വെട്ടുന്നത് കണ്ടപ്പോ അവിടുന്ന് ഓടി വന്ന് തടയുകയാ. നായില ബീവി റളിയല്ലാഹു തആല അൻഹയുടെ 2 കൈയും അങ്ങ് വെട്ടി മുറിക്കുകയാണ്. 2 കൈയും അവിടുന്ന് വെട്ടി മുറിക്കുകയാ. നായില ബീവി റളിയല്ലാഹു തആല അൻഹ പിടഞ്ഞു താഴെ വീഴുകയാണ്. പടച്ചവനെ, ശത്രുക്കൾ വീടിനകത്തേക്ക് ഇരച്ചു കയറുകയാ. ആരാ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് നല്ല താടിയായിരുന്നു. വാപ്പാ ഉസ്മാൻ തങ്ങളുടെ താടിയിൽ ഒരു ചെറുപ്പക്കാരൻ കയറി പിടിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പിടിച്ചു കുലുക്കുകയാ. ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഉസ്മാൻ തങ്ങളുണ്ടല്ലോ, തല ഉയർത്തി നോക്കുമ്പോ ആരാ പിടിച്ചിരിക്കുന്നതെന്നറിയോ? ആരാ താടിയിൽ പിടിച്ചിരിക്കുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനാ. അബൂബക്കർ തങ്ങളുടെ മകനാണ്. ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിച്ചിട്ട് കുലുക്കുന്നത്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ വാപ്പ ബഹുമാനിച്ച താടിയാ, നിന്റെ ഉപ്പ വല്ലാതെ ഇഷ്ടപ്പെട്ട താടിയിലാ നീ കേറി പിടിച്ചിരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ ആ സഹോദരൻ അവിടെ നിന്ന് കൈവിടുകയാണ്. തന്റെ ഉപ്പ ആദരിച്ചതാണെന്ന് പറഞ്ഞപ്പോ ആ താടിയിൽ നിന്ന് കൈവിട്ടിട്ട് കരഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങൾ ഖുർആൻ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ശത്രുക്കൾ ഉസ്മാൻ തങ്ങളെ വെട്ടുമ്പോ അവിടുത്തെ രക്തം ഇങ്ങനെ താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുകളില്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുകളില് ഉസ്മാൻ തങ്ങളുടെ രക്തം ഇങ്ങനെ വീഴുകയാണ്. ഉസ്മാൻ തങ്ങൾ നോക്കി, റബ്ബേ, എവിടെയാ വീണത്? പടച്ചവരെ, ഈ ആയത്തിന്റെ മുകളിലാണ് തന്റെ രക്തം വീഴുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ. ശത്രുക്കൾ വെട്ടി നുറുക്കി. മുസ്ലിമേ, 82 വയസ്സുള്ള ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിനകത്തിട്ട് വെട്ടി നുറുക്കുകയാണ്. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ ശഹീദാവുകയാ. സഹാബത്തിന് വല്ലാത്ത സങ്കടമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചരിത്രമറിയുമോ? ഉസ്മാൻ തങ്ങളെ ജന്നത്തുൽ ബഖീയുടെ വെളിയിൽ പാതിരാത്രിയിൽ കൊണ്ടുപോയി കബറടക്കുകയാണ്. ആരും അറിയാതെ കൊണ്ടുപോയി കബറടക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? എവിടെയാണ് കബറടക്കിയതെന്നറിഞ്ഞാൽ അവിടുത്തെ മയ്യത്ത് പോലും അവര് വികൃതമാക്കുമായിരുന്നു. അവർക്ക് അത്രയും കോപമായിരുന്നു, അവർക്ക് അത്രയും ദേഷ്യമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചരിത്രമറിയുമോ? അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളെ വധിച്ചവര് മുഴുവനും ഭ്രാന്ത് പിടിച്ചിട്ട് ചത്തുപോയെന്ന് ചരിത്രം പറയുകയോ. ഉസ്മാൻ തങ്ങൾക്ക് എതിരെ ആരൊക്കെ നിന്നോ അവരൊക്കെ ഭ്രാന്ത് പിടിച്ചിട്ടാ ചത്തുപോയത്. വർഷങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഒരു മഹാരിങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഒരു മനുഷ്യൻ ഉസ്മാൻ തങ്ങളുടെ വഫാത്ത് പറഞ്ഞുകൊണ്ട് കരയുകയാ. ഉസ്മാൻ തങ്ങളുടെ വഫാത്ത് പറഞ്ഞിട്ട് കരയുകയാ.
എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഉസ്മാൻ തങ്ങളെ കുറിച്ച് പറയുന്നത്? ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉസ്മാൻ റളിയല്ലാഹു തആല അവിടുന്ന് ഷഹീദായി കിടന്നപ്പോ ഈ മനുഷ്യൻ കാണാൻ പോകുകയാ, ഈ മനുഷ്യൻ കാണാൻ പോകുകയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് ഉയർത്തുമ്പോ അവിടുത്തെ പ്രകാശമുണ്ടല്ലോ, അവിടുത്തെ മുഖത്തെ ചിരിയുണ്ടല്ലോ. ഉസ്മാൻ തങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ച് കടത്തിയിരിക്കുമ്പോഴും അവിടെ ഉസ്മാൻ തങ്ങൾ ചിരിക്കുന്നത് കണ്ടപ്പോ ഈ മനുഷ്യൻ ഉസ്മാൻ തങ്ങളുടെ മുഖത്തടിക്കുകയാണ്. അവിടുന്ന് കൈകൊണ്ട് മുഖത്തടിക്കുകയാ. അടിച്ച കൈ പിന്നെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി ആരും കാണാതെ വെളിയിൽ കൊണ്ടുപോയിട്ടാണ് കബറടക്കിയത്. പക്ഷേ ഇന്ന് മദീനത്ത് ചെല്ലുമ്പോ കാണാ ജന്നത്തിൽ മക്കയുടെ മധ്യഭാഗത്ത് കിടക്കുന്നുണ്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ആ ജന്നത്തുൽ ബഖീൽ ഒരാറടി മണ്ണ് തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വഴന്നു നിർത്തുകയാണ്. അല്ലാഹുവോട് നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. എന്റെ പ്രിയമുള്ളവരെ, ഇവിടുത്തെ പള്ളിയും മദ്രസയും നിങ്ങൾക്കറിയുമല്ലോ, ഉസ്താദുമാരുടെ ശമ്പളം കൊടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു മഹല്ലാണ്. വളരെ പ്രയാസത്തിലാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികളായ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തിനെന്നറിയോ ഉസ്താദേ? ഞങ്ങൾക്ക് ഇവിടെ വലിയവരാകാനല്ല, ഞങ്ങൾക്ക് ഇവിടെ വലിയ ആൾക്കാരാകാനല്ല. ഇന്നത്തെ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞ് എന്തു വന്നാലും ഉസ്താദെ, ആ പള്ളിക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം. ഈ പള്ളിക്ക് എവിടെയോ ഒരു 17 സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട്, ഒരു 17 സെന്റ് സ്ഥലം. പക്ഷേ ആ സ്ഥലത്തൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉസ്താദെ, ആ 17 സെന്റ് സ്ഥലം വിറ്റു ആ കിട്ടുന്ന പൈസയും ഇന്ന് ഇവിടുന്ന് കിട്ടുന്ന പൈസയും കൂടെ വെച്ച് ഇവിടെ എവിടെങ്കിലും ഒരു 5 സെന്റ് ഒരു 10 സെന്റ് നമുക്ക് വാങ്ങാം. ഇവിടെ എവിടെങ്കിലും റോഡ് സൈഡിൽ ഒരല്പ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു കടറൂമെങ്കിലും വെച്ചാൽ അൽഹംദുലില്ലാ, പള്ളിക്കൊരു വരി, മദ്രസയ്ക്കും പള്ളിക്കൊക്കെ ഒരു വരുമാനമാകുമല്ലോ. ആ ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇങ്ങനെ ഒരു മജ്ലിസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലതുള്ളി പെരുവെള്ളം നമുക്കും അതിൽ പങ്കാളികളാകാൻ പറ്റും. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ കൊടുക്കണം. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ അള്ളാഹു തന്നിരിക്കുന്ന പണം ഇങ്ങനെ വാരിക്കൂട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് നേടാനാ സഹോദര? നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല. ഏത് രീതിയിലാണ് എപ്പോഴാണ് മരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മൾ ഓരോ ദിവസവും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴാ, എവിടെ വെച്ചാ, ഏത് കോലത്തിലാ നമുക്കറിയില്ല. ആരോഗ്യവാനായി നടക്കുന്നവർ പെട്ടെന്ന് വീണു മരിച്ചു പോകുന്നു. ഇന്ന് മരണമെന്ന് പറയുന്നത് ഒരു വിലയില്ലാതെ പോകുന്നു. പണ്ട് ആരെങ്കിലൊക്കെ മരിച്ചാൽ അറിയുമായിരുന്നു, ഇന്ന് മരണം പോലും അറിയുന്നില്ല. മരണ വീട്ടിൽ ആൾക്കാർ പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. കാരണം ഞാൻ 2 ദിവസം ഒരു ഉസ്താദിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ചിന്തിക്കുന്നു. ഞാനിപ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, പടച്ചോനെ, അള്ളാഹുവേ എന്നെ നീ രാത്രിയിലും മരിപ്പിക്കല്ലേ അല്ലാ. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി, പടച്ചോനെ എന്നെ നീ രാത്രിയിലും മരിപ്പിക്കല്ലേ. കാരണം എന്തെന്നറിയോ? രാത്രി മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരുടെ ഉറക്കം പോകും. നമ്മുടെ കുടുംബക്കാരുടെ ഉറക്കം ആരെങ്കിലും പെട്ടെന്ന് രാത്രി മരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഉറക്കം ഒഴിയണം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എപ്പോഴും ദുആ ചെയ്യണം, മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് മരിപ്പിക്കല്ലേ അല്ല. കാരണം എന്താ? മഴ പെയ്യുന്ന സമയത്ത് കബർ ഒഴിക്കാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ പോലും നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കണം. എപ്പോൾ വേണമെങ്കിലും മരണം നമ്മളെ തേടി വരാം. പക്ഷെ ആ മരണം തേടി വരുമ്പോൾ അള്ളാഹുവിനോട് യാചിക്കേണ്ട അവസ്ഥ വരരുത്.
അള്ളാഹുവിനോട് യാചിക്കേണ്ട അവസ്ഥ വരരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണൂർ ജില്ലയിൽ 2-3 ആഴ്ചകൾക്ക് മുമ്പ് പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത കണ്ടു. ഒരു മനുഷ്യന്റെ ജനാസ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത്. 10, 25, 27 വർഷക്കാലം ഗൾഫിൽ കിടന്ന് തന്റെ ഭാര്യയ്ക്കും തന്റെ മക്കൾക്കും വേണ്ടി ജീവിച്ച ഒരു പറഞ്ഞതെന്തെന്നറിയോ? ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. 25 വർഷക്കാലം തന്റെ ഭാര്യയ്ക്കും തന്റെ മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യൻ അവസാനം വീടിനകത്ത് കിടന്ന് പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥയും ഇത് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ മരിച്ച നമ്മുടെ മക്കള് നമ്മുടെ കടം വീട്ടുമെന്ന് പറയാൻ പറ്റുമോ? പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഖതീബാണ് ചോദിക്കുന്നത്, ഈ മനുഷ്യൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടാൻ. കാരണം മക്കള് പറയൂല, കാരണം പൈസ ചോദിച്ച ആള് വന്നാലോ. നമ്മൾ അത്രയും ചിന്തിക്കണം. നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്ത് കിടക്കണ സ്വർണമാതിപുര. എടുത്തൊരു സംഭവം പറഞ്ഞത്, ഉമ്മ മരണപ്പെട്ടു. പക്ഷെ ഉമ്മയുടെ കയ്യിൽ കിടന്ന മോതിരം കാണാതെ വന്നപ്പോ അടുത്തിരുന്ന മകള് ചോദിച്ചു, എന്റെ ഉമ്മയുടെ കയ്യിൽ കിടന്ന മോതിരം കാണുന്നില്ല, എന്റെ ഉമ്മയുടെ കയ്യിൽ കിടന്ന മോതിരം കാണുന്നില്ല. എന്റെ എനിക്കറിയാം, ഞങ്ങളുടെ വീടിനടുക്കൽ ഒരാള് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. അദ്ദേഹത്തെ എനിക്കറിയുന്ന 2 ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അദ്ദേഹം മരണപ്പെട്ടു. തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്ന സ്വർണം കണ്ടില്ല. അപ്പോഴദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, കയ്യിൽ കിടന്ന സ്വർണമൊന്നും കണ്ടില്ലല്ലോ. ഇതാ മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മക്കളെ കാത്തിരുന്നിട്ടൊന്നും കിട്ടാനില്ല. ദുആ ചെയ്തു, അത്രയേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നു നമ്മുടെ മക്കളെ. പാപ്പാടെ ഖബർ എവിടാണെന്ന് പോലും ഇന്ന് മക്കൾക്ക് അറിയാത്ത കാലം, ഒന്ന് ദുആ ചെയ്യാൻ പോകാൻ മടി കാണിക്കുന്ന കാലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒരു ജാരിയായ സദഖ, എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്തു വെക്കണം. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി ഒരു ഓളം കാണിച്ച് ഇറങ്ങിപ്പോയിട്ടൊന്നും നേടാനില്ല സഹോദര. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് തന്നതിൽ നിന്ന് 10,000 ലക്ഷങ്ങളും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 3-3.25 ലക്ഷം രൂപ ഈ 17 സെന്റ് സ്ഥലം വിറ്റാൽ അവർക്ക് കിട്ടും. പിന്നെ ബാക്കി അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് 5,000-ഓ 10,000-ഓ നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ അൽഹംദുലില്ലാഹ് അതിലൂടെ നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നന്മ ചെയ്തു വെക്ക്. വെറുതെ മരിക്കാൻ പറ്റൂല, വെറുതെ നമുക്ക് മരിക്കാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവ് സുലൈമാനിക്കൊക്കെ അറിയാം. എന്റെ ഭാര്യയുടെ പിതാവ്, എന്റെ പ്രിയപ്പെട്ട മനുഷ്യന്റെ മരണം ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അദ്ദേഹം എൻ്റെ അടുക്കൽ മരിക്കുന്നതിന് കുറെ ദിവസം മുമ്പ് തന്നെ ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നോട്, മോനെ, എന്റെ ഉപ്പ കുത്തി നടക്കുന്നൊരു കമ്പുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, 3-4 ദിവസം കഴിയുമ്പോൾ ആ കമ്പ് നീ എടുത്തുകൊള്ളണം, എന്റെ മോളെ നല്ലതുപോലെ നോക്കണം. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. ഞങ്ങളെന്ന് ബോസ്റ്റർ തിന്നുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് കഴിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, മരണം അടുത്തു മോനെ, എന്റെ കൈയുടെ തൊലിയൊക്കെ എല്ലിൽ നിന്ന് വിട്ടുകഴിഞ്ഞു, അടയാളം കണ്ടു എന്നിങ്ങനെ കാണിച്ചു തന്നു. അദ്ദേഹം എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞിരുന്ന കഫൻ തുണി നേരത്തെ മേടിച്ചു വെക്കാൻ. മരിച്ചു കഴിഞ്ഞാൽ അടുത്ത വക്കത്തിന് മുമ്പ് തന്നെ കബറടക്കണം നീ ഇവിടെ ഉണ്ടെങ്കിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മരിക്കുന്നതിന്റെ അന്ന് രാവിലെ എല്ലാ മക്കളുടെ വീട്ടിലും വന്നു. അന്ന് അദ്ദേഹം ഭാര്യയെടുത്ത് പറഞ്ഞു വിട്ടു, നീ കടയിൽ പോയിട്ട്, നീ ബാങ്കിൽ പോയിട്ട് ഇത്തിരി പൈസ എടുത്തിട്ട് വാ. അപ്പൊ ഉമ്മ ചോദിച്ചു, എന്തിനാ ഇന്ന് വരെ പോയിട്ടില്ല പൈസ എടുക്കാൻ, എന്തിനാ? പോയി എടുത്തിട്ട് വാ. നിർബന്ധിച്ചു, പറഞ്ഞു വിട്ടു. എത്ര വേണം? 10,000 എടുത്തോളാൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, പൈസ എടുത്തുകൊണ്ടുവന്നു. അന്ന് പറഞ്ഞു, എനിക്ക് കുളിക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഭാര്യയുടെ കൂടെ ഒരുമിച്ചിരുന്ന്, ആദ്യമായിട്ടാണ് തോന്നുന്നത്, അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അദ്ദേഹം പോയി കുളിച്ചു, ഒന്നുപെടുത്തു, നിസ്കരിക്കാൻ വേണ്ടി കയറി വന്നതാ. ആ കിടപ്പിൽ ഒതുവോടുകൂടി അദ്ദേഹം മരണപ്പെട്ടു. അടുത്ത വക്കത്തിന് മുമ്പ്, എനിക്ക് തോന്നുന്നു അസറിന് മുമ്പ് മരിച്ചു. നിങ്ങൾ മഗ്‌രിബിന് ബാങ്ക് വിളിക്കുമ്പോൾ കഫൻ ഞാൻ പൊതിഞ്ഞു. ഞാനിത് പറഞ്ഞത് അദ്ദേഹത്തിന് അള്ളാഹു ആ ലോക്ക്ഡൌണിന്റെ സമയത്ത് പോലും മയ്യത്ത് നിസ്കരിക്കാൻ എന്ത് ജനം വന്നെന്നറിയൂ. ഹാഫിളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാനിത് പറയാൻ കാരണം, ഞാൻ തന്നെ പലപ്പോഴും ചോദിച്ചിട്ട്, ആര് വന്ന് ചോദിച്ചാലും സദഖ കൊടുക്കും, വാരിക്കോരി. കയ്യിലില്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കും. ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, എന്തിനാ? ഇതൊക്കെയല്ലേ കാണത്തുള്ളൂ മോനെ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സദക്ക കൊടുത്തതിന് അള്ളാഹു അദ്ദേഹത്തിന് നല്ല ഒരു മരണം കൊടുത്തു. ഇതുപോലെ നിങ്ങൾക്കും പറയാനുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എത്ര പേരെ വെള്ളിയാഴ്ച മരിച്ചവരെ കണ്ടിട്ടില്ലേ? എനിക്കറിയുന്ന ഒരു സഹോദരൻ, എനിക്കറിയുന്ന ഒരു സഹോദരി, അദ്ദേഹത്തിന്റെ ഞാൻ വെള്ളിയാഴ്ച ജുമാ സമയത്ത് അദ്ദേഹം മരണപ്പെട്ടത്. പക്ഷെ ജീവിതത്തിൽ ചില പിഴവുകൾ ഉണ്ടായിരുന്നു മനുഷ്യന്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകളും ഉണ്ടാറില്ല. ഉപ്പയോട് പിണക്കമായിരുന്നു. ഉപ്പയോട് പിണങ്ങിയിരിക്കുന്ന സമയത്താണ് മരണപ്പെട്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ദീനിനും പള്ളിക്കും ഒരുപാട് സദക്ക കൊടുക്കുന്ന മനുഷ്യന്മാർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സദക്ക കൊടുക്ക്, മോശമായ മരണത്തെ തൊട്ട് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോശമായ മരണത്തിൽ നിന്ന് ഒരൊറ്റ സെക്കൻഡ് മതി. ക്യാൻസർ പിടിച്ചിട്ട്, വായിക്കകത്ത് ക്യാൻസർ പിടിച്ചിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ ചെന്നപ്പോ പറഞ്ഞു, ഉസ്താദേ എനിക്ക് വേദന സഹിക്കാൻ പറ്റും, ഞാൻ ഭാര്യയോട് പറയും കയ്യും കാലും കെട്ടിയിട്ടിരിക്കാൻ. കാരണം എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് ഭയന്നിട്ട് കയ്യും കാലും കെട്ടിയിടാൻ പറഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരെങ്ങനെ എന്തെങ്കിലും താങ്ങാൻ പറ്റാതെ വന്ന ഒരൊറ്റ നിമിഷം കൊണ്ട് സർവ്വതും തീർത്തു കളയും. അള്ളാഹു ആത്മഹത്യ ചെയ്യുന്ന മരണത്തെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടൊരു നല്ല മരണം വേണം. മരിക്കുമ്പോ സ്വർഗം കണ്ടു മരിക്കണം, ഷഹീദിനെ പോലെ മരിക്കണം. മയ്യത്ത് കാണുന്നവര് മുഴുവനും നമ്മളും മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണം. അതാ മരണം, അതാണ് മരണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരിക്കുന്നത്. നിങ്ങൾ പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്നവരാ. പെങ്ങളെ, നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണം അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ അള്ളാഹിക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരു പെണ്ണിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണം മക്കളെക്കാളും ഇഷ്ടം സ്വർണത്തിനാണ് പെണ്ണുങ്ങൾക്ക്. മക്കളോടുള്ള സ്നേഹത്തിനെക്കാളും സ്വർണത്തിനോടാ സ്നേഹം. മോളെ, നിന്റെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം അള്ളാഹിക്ക് കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, ഇത്രയും പെണ്ണുങ്ങളിൽ ആരെങ്കിലും നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണം ഊരിയിട്ട് ഉസ്താദെ പള്ളിക്ക് വേണ്ടിയല്ലേ? അൽഹംദുലില്ലാഹ്, ഞാൻ മരിച്ച് ഖബറിൽ കിടന്നാലും എനിക്കതിന്റെ പ്രതിഫലം കിട്ടുമല്ലോ. എന്റെ ഭർത്താവും എന്റെ മക്കളും എന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അൽഹംദുലില്ലാഹ് എനിക്കതിന്റെ പ്രതിഫലം കിട്ടുമല്ലോ. ഉസ്താദെ, മരിക്കും എനിക്ക് സ്വർഗം കണ്ടാ മതി, എന്റെ പേര് പോലും ആരും അറിയണ്ട, എന്റെ പേര് പോലും അറിയണ്ട. ഇത്രയും പെണ്ണുങ്ങൾ ആരെങ്കിലും അൽഹംദുലില്ലാഹ്, എന്റെ ഉമ്മമാരെ, സംഘാടകർ നിങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരുന്നു. നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം അൽഹംദുലില്ലാഹ് നല്ല മനസ്സോടെ ഊരിത്തരാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഊരിത്തരാൻ കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൊടുക്ക്. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് തരാൻ ഒരാളെയും ഞാൻ പറഞ്ഞു നിർത്തിയിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ തീരുമാനിക്ക്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഞാൻ 10,000 ഒന്നും ചോദിക്കുന്നില്ല. 6,666 രൂപ, 6,666 രൂപ